അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യിദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറത്ത് നിസായിലെ 44-ാമത്തെ വചനത്തിൻ്റെ വിശദീകരണത്തിൽ ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, ഡോൺ അപ്രോച്ച് പ്രയർ വൈൽ യു ആർ ഇൻടോക്സിക്കേറ്റഡ്. ലഹരി ബാധിച്ചവരായ നിലയിൽ നിങ്ങൾ പ്രാർത്ഥനയെ സമീപിക്കരുത്. ദ കീ നോളജ് ഓഫ് റിലീജിയൻ. മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ്, അതിൻ്റെ താക്കോൽ എന്ന് പറയുന്നതാണ്, ഈസ് ടു ഫസ്റ്റ് ഹാൻഡ് ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് പ്യൂരിറ്റി. മനുഷ്യൻ പ്രഥമമായി സംശുദ്ധതയിൽ, പരിശുദ്ധതയിൽ ആയിത്തീരുക എന്നുള്ളതാണ്. അപ്പോൾ മതത്തിൻ്റെ അധ്യാപനം, അറിവ്, അത് മനുഷ്യനെ ഏറ്റവും മുന്തിയ പരിഗണന നൽകുന്നത് അവനെ ഇൻ എ സ്റ്റേറ്റ് ഓഫ് പ്യൂരിറ്റി, പരിശുദ്ധമായ ഒരവസ്ഥയിൽ അവനെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരെ ഏറ്റവും പരിശുദ്ധമായ ഒരു നിലയിലെത്തിക്കുക എന്നതാണ് മതത്തിൻ്റെ പ്രഥമ കർത്തവ്യം. വെൻ വൺ ഇൻറ്റൻസ് ടു പ്രേ ഹിസ് ലോർഡ്, ഒരു ആൾ തൻ്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുവാൻ ഉദ്ദേശിക്കുമ്പോൾ അവനെ ഏറ്റവും പരിശുദ്ധമായ, പരിപാവനമായ അവസ്ഥയിലേക്ക് അവനെ കൊണ്ടെത്തിക്കുക എന്നതാണ് മതത്തിൻ്റെ അധ്യാപനം, മതത്തിൻ്റെ അറിവ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥന നടത്തുമ്പോൾ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ഏറ്റവും പരിശുദ്ധമായ, പരിപാവനമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക. Prayer is a sublime means for the believer to have contact with his creator. പ്രാർത്ഥന എന്നത് എ സബ്ലൈം മീൻസ്, ഏറ്റവും ഉദാത്തമായ, ഏറ്റവും നല്ല ഒരു വഴികളിൽ പെട്ട ഒരു വഴിയാണ് പ്രാർത്ഥന. ഫോർ ദ ബിലീവർ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ടു ഹാവ് കോണ്ടാക്ട് വിത്ത് ഹിസ് ക്രിയേറ്റർ, തൻ്റെ സൃഷ്ടാവുമായുള്ള ബന്ധം സ്ഥാപിക്കലാണത്. അപ്പോൾ തൻ്റെ സൃഷ്ടാവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്ന ഏറ്റവും ഉദാത്തമായ ഒരു വഴിയാണ്, ഒരു വിശ്വാസിയുടെ വഴിയാണ് പ്രാർത്ഥന. അപ്പോൾ തൻ്റെ രക്ഷിതാവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്ന ഈ വഴി അങ്ങേയറ്റം പരിശുദ്ധം ആയിരിക്കണം. ഈ പരിശുദ്ധമായ വഴിയാണ് മതത്തിൻ്റെ അധ്യാപനം മനുഷ്യർക്ക് പകർന്നു നൽകുന്നത്. Therefore, God detests that his servants come to him in a state of intoxication.
അതുകൊണ്ട് തന്നെ ഗോഡ് ഡിറ്റസ്റ്റ്സ്, ദൈവം അല്ലാഹു കഠിനമായി വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല. ദാറ്റ് ഈസ് സെർവൻറ്റ് കംസ് ടു ഹിം, തൻ്റെ ദാസൻ തൻ്റെ അടുത്തേക്ക് വരുന്നതിനെ അല്ലാഹു അല്ലെങ്കിൽ സൃഷ്ടാവ് അങ്ങേയറ്റം വെറുക്കുന്നു. ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇൻടോക്സിക്കേഷൻ, ലഹരി ബാധിച്ചവനായി, താൻ എന്താണ് പറയുന്നത് എന്ന് അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയിൽ, ആ ഒരു സ്റ്റേറ്റിൽ, ആ ഒരവസ്ഥയിൽ തൻ്റെ സൃഷ്ടാവായവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതിനെ സൃഷ്ടാവ് ഇഷ്ടപ്പെടുന്നില്ല. വിച്ച് റെപ്രസെൻറ്റ്സ് ദ ടച്ച്. അവന് ഈ ലഹരി ബാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവനെ സ്പർശിച്ചിരിക്കുകയാണ്. ഓർ മാർക്ക് ഓഫ് സാത്താൻ ഓൺ ഹിം, ഒരു പിശാചിൻ്റെ അടയാളം അവനിൽ വന്നുപെടുന്നത് കൊണ്ടാണത്. അപ്പോൾ പൈശാചിക ശക്തിയുടെ ഒരടയാളം അല്ലെങ്കിൽ ഒരു കരസ്പർശനം അവനിൽ ഏൽക്കുന്നത് കൊണ്ടാണ് താൻ എന്താണ് പറയുന്നതെന്നറിയാതെ തൻ്റെ രക്ഷിതാവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുക എന്ന് പറയുന്നത്. അങ്ങനെ നിൽക്കുന്നത് അല്ലാഹു തആല അങ്ങേയറ്റം വെറുക്കുന്നതാണ്. ഗോഡ് ഡിറ്റസ്റ്റ്സ്, കഠിനമായി വെറുക്കുന്നതാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ശരീരവും മനസ്സും ആത്മാവും എല്ലാം പരിശുദ്ധമായി പരിപാവനമായി തീരുന്നതിന്, അങ്ങനെ ലഹരിയൊന്നുമില്ലാത്ത, താൻ പറയുന്നതിൻ്റെ പൊരുൾ തനിക്ക് ഉള്ളിൽ തട്ടി, അവൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ തട്ടി അതിൽ നിന്നും വരുന്നതായിരിക്കണം. അറിഞ്ഞ് ചെയ്തതും അറിയാതെ ചെയ്തതും ഒക്കെ ഉള്ള തെറ്റുകൾ ഇനി ഉള്ള ശിഷ്ടകാലം പരിശുദ്ധമായി ജീവിക്കണമെന്നുള്ള ഉദാത്തമായ ഒരാഗ്രഹത്തിൻ്റെ പ്രതിഫലനമായിട്ടായിരിക്കണം ഒരു സൃഷ്ടാവിൻ്റെ മുമ്പിലേക്ക് പ്രാർത്ഥനാനിരതനായി എത്തേണ്ടത്. അതല്ലാതെ അലസമായ നിലയിലുള്ള ഒരു പ്രാർത്ഥനയ്ക്കായി സൃഷ്ടാവ് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. സൃഷ്ടാവ് അത് അങ്ങേയറ്റം വെറുക്കുകയും ചെയ്യുന്നു. There is intoxication due to alcoholic drinks. ഈ മദ്യം കഴിച്ചുള്ള ലഹരിയുണ്ടല്ലോ, ഓർ ഈവൻ സ്ലംബർ, അല്ലെങ്കിൽ ഈ ഉറക്കച്ചവിത്തയിലായിരിക്കും പലരും എഴുന്നേറ്റ് വീട്ടുകാരുടെ സമ്മർദ്ദമോ അല്ലെങ്കിൽ നിസ്കരിക്കാത്തവനാണെന്ന് പറഞ്ഞാലോ എന്നൊക്കെ കരുതി അവന് ഉറക്കം കൊണ്ടും ഈ ലഹരി ബാധ മൂലവും അവന് അത് മദ്യം കൊണ്ടാകാം. മദ്യം കൊണ്ട് ലഹരി ബാധിക്കുക, ഉറക്കം മൂലം ഒരു ലഹരി ബാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയാൻ പാടില്ലാത്ത അവസ്ഥ. ദ മൈൻഡ് ഓഫ് മാൻ, ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ബ്ലോക്സ് ദ മൈൻഡ് ഓഫ് മാൻ, മനുഷ്യൻ്റെ മനസ്സുകളെ അത് തടയിടുകയാണ്. ആൻഡ് പ്രിവെൻസ് ഹിം ഫ്രം കോൺസെൻട്രേറ്റിംഗ് ഇൻ ഹിസ് ടാസ്ക്. താൻ എന്താണോ വളരെ ഗൗരവമുള്ള ഒരു ജോലി ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്നും അതവനെ തടയുന്നു. അപ്പോൾ അല്ലാഹുവുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. ആ ബന്ധം സ്ഥാപിക്കുന്നതിന് തടസ്സം നിൽക്കുന്നതാണ് ഈ പറഞ്ഞ ഈ മനസ്സിൻ്റെ ഒരു ഉറക്കച്ചവിത്തയിലൊക്കെ നമ്മൾ എഴുന്നേറ്റ് വരിക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു പൂർണ്ണ ബോധ്യം നമ്മുടെ ശരീരവും മനസ്സും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് തൻ്റെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ പറയാൻ പോകുന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു ബോധമില്ലാത്ത നിലയിൽ ഒന്ന് മുഖം കഴുകി ഓടിയെത്തുക എന്നുള്ള ഒരു ഇത്. താൻ ചെയ്യാൻ പോകുന്നത് ഇൻ ഹിസ് ടാസ്ക് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ജോലിക്കാണ് ടാസ്ക് എന്ന് പറയുന്നത്. അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഈ ടാസ്ക് അവൻ ചെയ്യുന്നില്ല. ആസ് ദ 5 ഡെയിലി പ്രേയേഴ്സ് ഇൻ ഇസ്ലാം, ഇസ്ലാമിലെ 5 നേര പ്രാർത്ഥന എന്ന് പറയുന്നത് ആർ ദ എപ്പിറ്റോം ഓഫ് പില്ലേഴ്സ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ സ്തംഭങ്ങളിലെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ 5 നേര പ്രാർത്ഥന എന്ന് പറയുന്നത്.
അതിനെ നിലനിർത്തുന്നത്, ഇസ്ലാം എന്ന സൗധത്തെ നിലനിർത്തുന്നതിൻ്റെ ആണിക്കല്ലാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഏറ്റവും നല്ല നിലയിൽ അല്ല ബേസ് ഇടുന്നതെങ്കിൽ കെട്ടിടം നിൽക്കത്തില്ല, ഇസ്ലാം തന്നെ പൊളിഞ്ഞു വീണു പോകും. അള്ളാഹ് റിക്വയർസ് ഹിസ് ഡിവോട്ടഡ് സെർവൻസ്. അതുകൊണ്ട് അള്ളാഹു തആല ആവശ്യപ്പെടുന്നത് ഹിസ് ഡിവോട്ടഡ് സെർവൻസ്, അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തിയോണ്ട് അങ്ങ് അറ്റം എത്തിച്ചേർന്ന ദാസന്മാർ ടു ലീവ് എസൈഡ് ഓൾ സാത്താനിക് അട്രാക്ഷൻസ്. ഈ പൈശാചികമായ എല്ലാ ആകർഷണ വലയങ്ങളെയും അവർ ഒരിടത്തേക്ക് തള്ളിക്കളയണം. പിശാച് ആകർഷിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും അവൻ മുക്തി പ്രാപിച്ചായിരിക്കണം അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചെല്ലേണ്ടതെന്ന് അള്ളാഹു തൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരെ സംബന്ധിച്ച് അങ്ങനെ ആഗ്രഹിക്കുന്നു. അവർ അങ്ങനെ ആകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതുമാണ്. ബിഹേവിയർ ആൻഡ് തോട്ട്സ്, അവരുടെ ആ സ്വഭാവത്തിലും അവരുടെ ചിന്തകളിലും ഒക്കെ അള്ളാഹുവുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിന് തടസ്സം വരുന്ന എല്ലാ വിഘ്നങ്ങളെയും അവർ സെറ്റ് അസൈഡ്, അതൊരു വശത്തേക്ക് തള്ളിക്കളയുക. എന്നിട്ട് അള്ളാഹുവുമായിട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുക. ആൻഡ് ടു കോൺസെൻട്രേറ്റ് ഡീപ്ലി ഓൺ ഹിം. അങ്ങനെ അള്ളാഹുവുമായിട്ട് അവനുമായി ആഴത്തിലുള്ള ഒരു ബന്ധം അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സോ ദാറ്റ് ദേ മേ റീച്ച് സാൽവേഷൻ. ഈ ഒരു അവസ്ഥയിലൂടെയാണ് അവന് മോക്ഷം ലഭിക്കുന്നത്. ഈ മോക്ഷം ലഭിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് പ്രാർത്ഥന, 5 നേര പ്രാർത്ഥന. അവൻ വിട്ടുപോകാതെ അവൻ അനുവദിക്കപ്പെട്ടിരിക്കുന്ന 24 മണിക്കൂറിൽ തൻ്റെ സൃഷ്ടാവാണ് തന്നെ വിട്ടിരിക്കുന്നതെന്നും ആ സൃഷ്ടാവിലേക്കാണ് ഞാൻ തിരിച്ച് ചെല്ലേണ്ടതെന്നും ആ ചെല്ലുന്ന സമയത്ത് എല്ലാ കണക്കുകളും അവിടെ രേഖപ്പെടുത്തപ്പെടുന്നതാണെന്നും അതുകൊണ്ട് തൻ്റെ പ്രവർത്തനങ്ങൾ കറക്റ്റാക്കി കൊണ്ടുപോകുന്നതിന് ഒരു ദിവസത്തെ 5ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ഭാഗവും പാളിച്ച പറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി അവനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന മോക്ഷമാർഗത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന സ്ഥിരയാണ് നമസ്കാരം. ആ നമസ്കാരത്തെ നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കി ചെയ്യണം. അതുകൊണ്ടേ ഫലമുള്ളൂ. അതല്ല എങ്കിൽ ഈ പ്രവൃത്തി തന്നെ അല്ലാഹു തആല ഏറ്റവും അധികം വെറുക്കുന്ന ഒരു പ്രവൃത്തിയായിപ്പോയി. അത് ലഹരി ബാധിച്ചതുപോലെ താൻ പറയുന്നത് എന്താണ് എന്ന് ഉൾക്കൊള്ളാതെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് കൈകഴുകി ഇറങ്ങിപ്പോകുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ മാറണം എന്നാണ് ഈ വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി വിശദീകരണങ്ങളുമായി അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കാണാം. ജസാക്കല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.